ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. അതായത് LDCയുടെ ഒരു 7 ഘട്ടവും അതേപോലെ LGSന്റെ 4 ഘട്ടവുമായിട്ട് നടത്തിയ പരീക്ഷകളിലെ ചോദിച്ചിരിക്കുന്ന, അതായത് ആ ഒരു 11ഓളം എക്സാംസിന് ചോദിച്ചിരിക്കുന്ന ഏകദേശം 200ഓളം കറണ്ട് അഫയേഴ്സ് മാത്രമേ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണിത്. നമുക്കറിയാം, കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു റാങ്ക് മേക്കിംഗ് ആയിരിക്കും. അപ്പോൾ മിക്ക ക്വസ്റ്റ്യൻസും എന്താണ്, റിപ്പീറ്റഡ് ആണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്റ്റഡ് ഫാക്ട്സ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ച് വേണം എന്ത് ചെയ്യാനായിട്ട്, 10th പ്രിലിംസിനും അതേപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസിനും ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 151/2024 അതായത് LGSന്റെ ഫസ്റ്റ് ഫേസ് ആണ്. LGS ഫസ്റ്റ് ഫേസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് തന്നിരിക്കുന്നത്. ഏകദേശം 26 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ മാത്രം ഉണ്ടായിരുന്നത്. നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനമേത്? ഏതായിരുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ജാവലിൻ ആണെന്നുള്ളത്. അപ്പോൾ ഈ 2024 പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ്, അതും ബേസിക് ആയ കാര്യങ്ങളാണ് മിക്കതും പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം. നെക്സ്റ്റ് ആണ്, കേരളത്തിന്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ മധുകർ ജംതാർ ആണ് പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ. അതായത് പുതിയ നിങ്ങൾക്കൊരു ബുക്ക് എന്തായാലും വേണം. അതിൽ എന്ത് വേണം? ഈ പറയുന്ന പുതിയ നിയമനങ്ങൾ എന്നും പറഞ്ഞൊരു ഹെഡിങ് ഇട്ടിട്ട് എന്ത് ചെയ്യണം, കുറച്ച് പേജും അങ്ങ് വിട്ടേക്കണം. അതിൽ എന്ത് ചെയ്യുക, ഇപ്പൊ ഒന്നാമത്തത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞ് എഴുതി വെക്കുക. ആരാണ്? നിതിൻ മധുകർ ജംതാർ എന്ന് എഴുതി വെക്കുക. അവിടെ കുറച്ചൊരു 2-3 ലൈൻസ് നമ്മൾ എന്ത് ചെയ്യണം, വിട്ടിരിക്കണം. കാര്യം അവിടെ എപ്പോൾ എന്ത് മാറ്റം വന്നാലും നമുക്ക് ഇയാളുടെ പേര് വെട്ടി അടുത്ത ആളുടെ പേര് ചേർക്കാനായിട്ട് പറ്റണം. ഇപ്പൊ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന ഹെഡിങ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, അയാളുടെ പേര് എഴുതി വെക്കുക. കാര്യം എപ്പോഴും ഇത് മാറ്റങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് ആരാണ്, റിസർവ് ബാങ്ക് ഗവർണർ, നമ്മൾ എന്തായിരുന്നു വർഷം കുറേ നാളായിട്ട് നമ്മൾ പഠിച്ചു വെക്കുവാണ് ശക്തികാന്ത ദാസ് എന്നുള്ളത്. പെട്ടെന്ന് അതായത് കഴിഞ്ഞ 8-ാം തീയതി ഞങ്ങൾ RBI ഇവിടെ നമ്മുടെ കൊച്ചിയിലെ RBIയുടെ സെൻട്രലിന്റെ ഫ്രണ്ടിൽ കൂടി പോയപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാഷ്വൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, RBIയുടെ ഗവർണറിനെ പറ്റിയൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു, ശക്തികാന്ത ദാസ് എന്ന് പറഞ്ഞു. പിറ്റേന്ന് 9-ാം തീയതിയാണ് എന്താകുന്നത്, അദ്ദേഹം ശക്തികാന്ത ദാസ് മാറി ആരാകുന്നത്, സഞ്ജയ് മൽഹോത്രയാകുന്നത്. അപ്പൊ എന്താണ്, ഈ മാറ്റങ്ങളൊക്കെ നമ്മൾ എന്താണ് പെട്ടെന്ന് അറിയുമ്പോഴേക്കും അത് എന്ത് ചെയ്യണം, എവിടെയെങ്കിലും അത് മെൻഷൻ ചെയ്ത് വെച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എക്സാമിന്റെ ആ ഒരു മാർക്ക് എന്ത് ചെയ്യും, നമുക്ക് മിസ്സാകും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126 അപ്പൊ ഇവിടെ പഠിക്കേണ്ടത് എന്താണ്, ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126, അത് പഠിക്കണം. എത്ര രാജ്യങ്ങളെയാണ് ഈ വിഷയത്തിൽ പഠന വിധേയമാക്കിയത്? എത്രയായിരുന്നു? 143 രാജ്യങ്ങളെ പഠന വിധേയമാക്കിയപ്പോഴാണ് എന്ത് സംഭവിച്ചത്, ഇന്ത്യക്ക് 126 സ്ഥാനം കിട്ടിയത്. 1-ാം സ്ഥാനം കുറച്ച് നാളായിട്ട് ആരാണ്, ഫിൻലൻഡിനാണ്. നീതി ആയോഗിന്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം 1-ാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനമാണ് ഇത്, ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അറിയേണ്ട എന്താണ്, ഉത്തരാഖണ്ഡും കേരളവുമായിരുന്നു എന്ത്, 1-ാം സ്ഥാനം പങ്കിട്ടത്. പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം എത്രയായിരുന്നു? 40 വീതമായിരുന്നു. 40 സ്വർണ്ണം അമേരിക്കയും നേടി, അതേപോലെ ചൈനയും 40 സ്വർണ്ണം നേടി. ഓക്കെ, അഗ്നി, സൂര്യ, ഇന്ത്യൻ പ്രതിരോധത്തിന്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ് അഗ്നിയും സൂര്യയും എന്ന് പറയുന്നത്? അത് മിസൈലുകളാണ്. മിസൈലുകൾ, അഗ്നി, സൂര്യ എന്താണ്, മിസൈലാണ്. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? അത് ഇടുക്കിയായിട്ട് മാറി. ഇടുക്കിയാണ്. എന്തായിരുന്നു, കുറച്ച് നാൾക്ക് മുമ്പ് വരെ ആദ്യം ഇടുക്കിയായിരുന്നു, വീണ്ടും അത് പാലക്കാടായി, വീണ്ടും അത് എന്തായിട്ട് മാറി, ഇടുക്കിയായിട്ട് മാറി. വയനാടിനെ, അതായത് നീലഗിരി താർ സംരക്ഷിക്കാൻ, വയനാടല്ല, വരയാടിനെ സംരക്ഷിക്കാൻ പ്രൊജക്ട് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഇത്, തമിഴ്നാട് എന്ന് പറയുന്നത്. നീലഗിരി താർ നമുക്കറിയാം അല്ലെ, ഇരവികുളം നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗമാണ് നീലഗിരി താർ എന്ന് പറയുന്നത്. കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പാണ് ഇത്, വിദ്യാവാഹൻ. എന്താണ്, വിദ്യാവാഹൻ. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് ഇത്, വയനാട്. ആദിവാസികൾക്ക് അടിസ്ഥാന രേഖകൾ നൽകുന്ന എവിടെയാണ്, വയനാടാണ്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗമാണ് ഇത്, ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം. 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്ട് പ്ലെയർ ആയത് ആരാണ്? തുഷാർ ദേശ്പാണ്ഡെ. ആരാണ്? തുഷാർ ദേശ്പാണ്ഡെ ആണ്.
ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയത് ആരാണ്? ജ്ഞാനപ്പാന പുരസ്കാരം വി മധുസൂദനൻ നായരാണ്. ജ്ഞാനപ്പാന മധുസൂദനൻ നായർ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത് 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത്. അതെന്താണ്? ഓഗസ്റ്റ് 23 എന്ത് ചെയ്യുന്നുണ്ട്? ഭ്രമണപഥത്തിൽ കടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓഗസ്റ്റ് 23 എന്തായിട്ട് പ്രഖ്യാപിച്ചു? ബഹിരാകാശ ദിനമായിട്ട് ഓഗസ്റ്റ് 23 പ്രഖ്യാപിച്ചത്. അപ്പൊ നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട് എന്താണ്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്ന ആദ്യ രാജ്യവും ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്ന 4ാമത്തെ രാജ്യവുമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏത്? ആരാണ്? അത് വി കെ മോഹൻ കമ്മീഷനാണ്. വി കെ മോഹൻ കമ്മീഷൻ. കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ വി കെ മോഹൻ കമ്മീഷൻ KV എന്ന് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനിഷ്യൽ മാറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ്? വി കെ മോഹൻ കമ്മീഷനാണ് മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ ഏതാണത്? ഈക്കോളി ബാക്ടീരിയ ആണ്. ഇത് നമ്മുടെ 7ാം ക്ലാസ്സിലെ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ടോപ്പിക്കാണ് ഈ പറഞ്ഞിരിക്കുന്നത്, ഈക്കോളി ബാക്ടീരിയ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുവാനും മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് എന്താ? ന്യൂറോലിങ്ക് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ഈ കറണ്ട് അഫയേഴ്സ് മിക്കതും എന്തിലാണ്? നമ്മുടെ ബുള്ളറ്റിൻ PSC ബുള്ളറ്റിൽ ചോദിച്ചിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് അതേപോലെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കേരള ഗവൺമെന്റിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ആണ് എന്ത്? സാരഥി. അല്ലെ? സാരഥി എന്ന് പറയുമ്പോൾ ആരാണ്? അല്ലെ? അല്ലെ? അപ്പൊ എന്താ? ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ത്? സാരഥി എന്ന് പറയുന്നത്. ഏത് മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത്? ഏതാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം? ആർക്കാണ്? ശാസ്ത്രജ്ഞർക്ക് നൽകുന്ന പുരസ്കാരമാണ് രാഷ്ട്രീയ വിജ്ഞാൻ. കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷയാണ് എന്ത്? വയോമിത്രം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ്? 65 വയസ്സിന് മുകളിലാണ്. എവിടെയാണ്? കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ്. COVID-19 കാരണമാകുന്ന രോഗാണുക്കൾ. കോവിഡ് എന്താണ് നമുക്കറിയാം അല്ലെ? അതൊരു വൈറസ് രോഗമായിരുന്നു. അപ്പൊ വൈറസ് മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ. എന്ത് അസുഖങ്ങൾക്കാണ്? മാരകമായ അസുഖങ്ങൾക്ക്. അത് ഏതാണ്? താലോലം പദ്ധതിയാണ്. കേരള സർക്കാരിന്റെ പദ്ധതിയാണ് എന്ത്? താലോലം. ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതിയാണ് എന്ത്? ഓപ്പറേഷൻ അമൃത്. എന്താണ്? ഓപ്പറേഷൻ അമൃത്. 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗമാണ്. എന്തായിരിക്കും ജീവിതശൈലി രോഗം? ഹൃദ്രോഗം. കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭമാണ് എന്ത്? ശ്രുതി തരംഗം. എന്താണ്? ശ്രുതി തരംഗം. കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1056 ആണ് ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് 165/2024. ഇതിൽ ഏകദേശം 23 ക്വസ്റ്റ്യൻസ് ആണ് കറണ്ട് അഫെയറുമായിട്ട് ചോദിച്ചിരുന്നത്. അതായത് LGSന്റെ സെക്കൻഡ് ഫേസിലെ. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി ആരായിരുന്നു? ഇന്ത്യക്കാരി ദിവ്യ ദേശ്മുഖ്. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരിയാണ് ആര്? ദിവ്യ ദേശ്മുഖ്. 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം. 2024 G7 ഉച്ചകോടി എവിടെയായിരുന്നു? ഇറ്റലിയിലായിരുന്നു. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് എന്ത്? ഗഗൻയാൻ. എന്താണ്? ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ വനിതയാണ് ആര്? മനു ഭാക്കർ. ആരാണ്? മനു ഭാക്കർ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? അണ്ടർ വാട്ടർ മെട്രോ ആണ് ചോദിച്ചിരിക്കുന്നത്, കൊൽക്കത്തയാണ്. എങ്കിൽ അത് വാട്ടർ മെട്രോ ചോദിച്ചു കഴിഞ്ഞാലോ അതേതാണ്? അത് നമ്മുടെ കൊച്ചിയിലാണ്. 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുത്തത് 53ാമത്തേതാണ് ചോദിക്കുന്നത്. 53-ൽ ആരായിരുന്നു? അത് മമ്മൂട്ടിയാണ്. 54-ലാണ് പൃഥ്വിരാജ് വരുന്നത്. 53 മമ്മൂട്ടി ഏതായിരുന്നു?
നൻപകൽ നേരത്ത് മയക്കം ഈ സിനിമയ്ക്കായിരുന്നു. അതേപോലെ തന്നെ നടി ആരായിരുന്നു? വിൻസി അലോഷ്യസ്. വിൻസി ആയിരുന്നു ഏത് മൂവിക്ക് വേണ്ടിയിട്ട്? രേഖ എന്ന മൂവിക്ക് വേണ്ടിയിട്ട്. 54 വരുമ്പോഴേക്കും ആരാണ്? പൃഥ്വിരാജാണ്. ഏത് സിനിമയ്ക്ക്? ആടുജീവിതത്തിനായിട്ട്. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കളാണ് ആര്? ഓസ്ട്രേലിയ. ആരാണ്? ഓസ്ട്രേലിയയാണ് 2023 ലോകകപ്പ് ജേതാക്കൾ എന്ന് പറയുന്നത്. റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രമല്ലാത്തത്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത് റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം എഴുതിയതാരാണെന്ന്. അപ്പൊ ഈ അടുത്ത പരീക്ഷകളായിട്ട് 2 തവണ ഈ ഒരു ബുക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആരാണോ അല്ലാത്തത്? അല്ലാത്ത ചോദിക്കുമ്പോൾ അത് സുമതി. അപ്പൊ നിങ്ങൾ എന്താ പഠിക്കേണ്ടത്? റാം കെയർ ഓഫ് ആനന്ദിയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? മല്ലിയുണ്ട്, രേഷ്മയുണ്ട്, കിരണുണ്ട്. ഓക്കെ. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമായിരുന്നു? അത് 30% നികുതി എന്ന് പറയുന്നത്. കൃത്രിമോപഗ്രഹം L1, അതായത് ആദിത്യ L1 അല്ലെ? ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം ഏതായിരുന്നു? PSLV C-57 ആയിരുന്നു ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം എന്ന് പറയുന്നത്. 2022 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? എവിടെ നിന്നാണ്? തെക്കേ അമേരിക്ക. അതായത് രാജ്യം ഏതായിരുന്നു? അർജന്റീന. അർജന്റീനയും ഫ്രാൻസും ആയിരുന്നു ലാസ്റ്റ് വന്നത്. അതിൽ അർജന്റീനയായിരുന്നു വിജയിച്ചത്. അർജന്റീന എന്ന് പറയുന്നത് ഏത് ഭൂഖണ്ഡത്തിലാണ്? അത് തെക്കേ അമേരിക്കയിലാണ്. കണ്ടോ? ചോദിക്കുന്നത് എന്തായിരിക്കും? നമ്മൾ സാധാരണ പഠിച്ചു വെക്കുന്നത് എന്താ? 2022 ഫിഫ ഫുട്ബോൾ കപ്പ് ജേതാക്കൾ അർജന്റീന. ഫസ്റ്റ് റണ്ണറപ്പ് ആരാണ്? നമ്മുടെ ഫ്രാൻസ്. പിന്നെ അതേപോലെ അതിന്റെ ഗോൾഡൻ ബൂട്ട്, അതൊക്കെ പഠിച്ചു വെക്കും. ഈ ഒരു ഫാക്ട് നമുക്കത് ആ ഒരു രാജ്യങ്ങളെ പറ്റിയും അതിന്റെ പൊസിഷനൊക്കെ അറിഞ്ഞവർക്ക് മാത്രമേ ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം എന്നതാണ് 2023 ലോക ഡാഷ് സന്ദേശം. എന്തിന്റെ സന്ദേശമാണ്? ലോക മണ്ണ് ദിനത്തിന്റെ സന്ദേശമാണ് എന്ത്? മണ്ണും വെള്ളവും ജീവന്റെ ഉറവിടം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന്റെ ജന്മദേശം ഏതാണ്? ആരാണ് ഐക്യരാഷ്ട്ര സംഘടന ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ? അത് അന്റോണിയോ ഗുട്ടറസ് ആണ്. അദ്ദേഹം എവിടെയാണ്? പോർച്ചുഗലാണ് അദ്ദേഹത്തിന്റെ ജന്മദേശം. ഇത് തന്നെ നമുക്ക് അങ്ങോട്ട് കാണാം. LDC, അതായത് ആദ്യം നടന്ന LDC എക്സാംസ് ആണെന്ന് അറിയാലോ. ആ LDCയിൽ ചോദിച്ചത് ഇങ്ങനെയായിരുന്നു: ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസിന്റെ ജന്മദേശം എന്തെന്ന് വ്യക്തമായിട്ടാണ് ചോദിച്ചിരുന്നത്. 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസ് ആർക്കായിരുന്നു? അത് ക്ലോഡിയ ഗോൾഡിനാണ്. 2024 നോബൽ പ്രൈസ് വേണം ഇനി നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ. കാര്യം ഈ എക്സാംസ് ഒക്കെ നടക്കുമ്പോൾ 2024 നോബൽ പ്രൈസ് എന്ത് ചെയ്തിട്ടില്ല? ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആരായിരുന്നു? നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിന് 3 പേർക്കായിരുന്നു 2024 കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആരൊക്കെയായിരുന്നു? സാരൻ അസ്മെഗ്ലോ, അതേപോലെ സൈമൺ ജെയിംസ്, അങ്ങനെ 3 പേർക്കുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് 2024 നോബൽ. ഇനിയിപ്പോ 2023 കൊടുക്കുന്നതിലും കുറച്ച് പ്രാധാന്യം കൂടുതൽ എന്തിനു കൊടുക്കണം? 2024 നോബൽ പ്രൈസിന് കൊടുക്കണം. 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണേത്? സൗദി അറേബ്യ. നമുക്കറിയാം LDCയുടെ ഫസ്റ്റ് ഫേസിൽ തിരുവനന്തപുരം നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ 2 തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിച്ചത് നമ്മുടെ സൗദി അറേബ്യ ആയിരുന്നു. രാജ്യത്തിന്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേരാണ് എന്താ? സിഗ്. എന്താണ്? സിഗ് എന്നുള്ളതാണ് സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേരെന്ന് പറയുന്നത്. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്തായിരുന്നു? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം എന്നുള്ളതായിരുന്നു 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. 2024 രസതന്ത്ര നോബൽ എത്ര പേർക്കായിരുന്നു? രസതന്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത് അത് 3 പേർക്കായിരുന്നു. ആർക്കൊക്കെയായിരുന്നു? മൗഗിജി ഭവണ്ടി, അതേപോലെ ലൂയിസ് സി ബ്രോസ്, അതേപോലെ അലക്സ് എക്കിമോവ്, അങ്ങനെ 3 പേർക്കായിരുന്നു. എന്തിനായിരുന്നു കിട്ടിയത്? ക്വാണ്ടം ഡോട്ട്സുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷകൾക്കായിരുന്നു. 2024 ആയപ്പോഴും ആർക്കൊക്കെയുണ്ട്? 3 പേർക്കുണ്ട്. ആർക്കൊക്കെയാണ്? ഡേവിഡ് ബേക്കർ, അതേപോലെ ഡെമിസ് ഹസാമിസ്, ജോൺ ജംബർ, അങ്ങനെ 3 പേർക്കുണ്ട്. അതിൽ ഡേവിഡ് ബേക്കറിന് എന്തിനാണ്? അതായത് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ എന്ന് പറയും. മറ്റവർക്ക് ഡെമിസ് ഹസാമിസിനും ജോൺ ബംബറിനും എന്താണ്? പ്രോട്ടീന്റെ സ്ട്രക്ചർ പ്രഡിക്ഷന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ 2024 നോബൽ പഠിക്കണം. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയാണ് എന്ത്? കർസാപ്പ്. എന്താണ് കർസാപ്പ് എന്ന് പറയുന്നത്? ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരാണ് എന്താ? ജീവിതശൈലി രോഗനിയന്ത്രണമാണ് അമൃതം. ഏത് രോഗത്തിന്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഏതിനായിരുന്നു? എംപോക്സ്. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് ഇത്? അസം എന്ന് പറയുന്നത്. അസം.
ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനമാണേത്? നാഗാലാൻഡ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻഷുറൻസ് സ്കീം നാഗാലാൻഡ്. ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം ആസാമാണ്. അപ്പോൾ ആ ഒരു സെക്കൻഡ് ഫേസിലെ ക്വസ്റ്റ്യൻ പേപ്പറും കഴിഞ്ഞു. ഇനി എന്താണ്? തേർഡ് ഫേസിലെയാണ് 170/2024 LGSന്റെ തേർഡ് ഫേസ് ആണ്. ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരാണ് എന്ത്? ഓപ്പറേഷൻ അജയ്. അജയ് എന്താണ്? ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാനായിട്ട്. ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ്? പച്ചത്തുരുത്ത് എവിടെയായിരുന്നു? കൊല്ലം ജില്ലയിലാണ് പച്ചത്തുരുത്ത് പദ്ധതി വരുന്നത്. 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്കയാണ്. G20 ഉച്ചകോടി 2025. കേരളത്തിലെ ഇപ്പോഴത്തെ കായിക മന്ത്രി ആരാണ്? ബി അബ്ദുറഹ്മാനാണ് കായിക വകുപ്പ് മന്ത്രി. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ആണ് ഏത്? HDFC. ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച സ്വകാര്യ ബാങ്ക് ഏതാണ്? HDFC ആണ്. 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആർക്കായിരുന്നു? പൃഥ്വിരാജ്. ഞാൻ നേരത്തെ പറഞ്ഞു 84ാമത്തതായിരുന്നു. അതേപോലെ ഉർവശിയും ബീനാർ ചന്ദ്രൻ എന്ന രണ്ടുപേർക്കായിരുന്നു മികച്ച നടിയായിട്ട്. ഉർവശിക്ക് ഏത് സിനിമയ്ക്കായിരുന്നു? ഉള്ളൊഴുക്കിനും ബീനാർ ചന്ദ്രന് തടവുമായിരുന്നു. അതേപോലെ മികച്ച സംവിധായകൻ ആരായിരുന്നു? നമ്മുടെ ബ്ലസ്സി ആയിരുന്നു. ഏത് മൂവിക്ക് വേണ്ടി? ആടുജീവിതത്തിന് വേണ്ടിയിട്ട്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ 89.45 മീറ്റർ എറിഞ്ഞു. വെള്ളി മെഡൽ സ്വന്തമാക്കി. അപ്പൊ നമുക്ക് ഇതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. നീരജ് ചോപ്ര എത്രയായിരുന്നു? 89.45 ആണ്. ഇനി സ്വർണ്ണ മെഡൽ നേടിയത്, പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിൽ എത്തിയത് ഒരു പാകിസ്ഥാൻ താരമാണ്. ആരായിരുന്നു അദ്ദേഹം? അദ്ദേഹത്തിന്റെ പേരാണ് അർഷാദ് നദീം. അർഷാദ് നദീം. ലോക നാട്ടറിവ് ദിനം എന്നാണ്? ലോക നാട്ടറിവ് ദിനം എന്ന് പറയുന്നത് അത് ഓഗസ്റ്റ് 22-നാണ്. 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്ത്യൻ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺ ഹൈമറിനാണ്. അപ്പൊ പഠിച്ചു വെക്കുക. ഓപ്പൺ ഹൈമറിന്റെ സംവിധായകൻ ആരാണ്? ക്രിസ്റ്റഫർ നോളൻ ആണ്. അത് എന്താണ്? ആ സിനിമ ഏതാണ്? ഓപ്പൺ ഹൈമറാണ്. ഒക്കെ പഠിച്ചു വെക്കുക. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയതാരാ? ഏതായിരുന്നു? അപ്പൊ മികച്ച സിനിമ ഓപ്പൺ ഹൈമർ. മികച്ച നടൻ ആരാണ്? കിലിയൻ മർഫിയാണ്. കിലിയൻ മർഫി. രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ആര്? OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നാണ്? അദ്ദേഹം വയനാട്ടിലെ മാനന്തവാടി മണ്ഡലത്തിൽ നിന്നാണ്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിന്റെ കൃതി ഏതാണ്? അൽഗോരിതങ്ങളുടെ നാട്. അൽഗോരിതങ്ങളുടെ നാട്. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കളാണ് ആര്? അർജന്റീന. അർജന്റീനയാണ് നമ്മുടെ ഫിഫ വേൾഡ് കപ്പിലെ ജേതാക്കളും അതേപോലെ തന്നെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കളും ആരായിരുന്നു? അർജന്റീനയാണ്. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് ഇംപ്ലാന്റ് ചെയ്ത് അതായത് വിജയകരമായിട്ട് സ്ഥാപിച്ചത് ആരായിരുന്നു? ഇലോൺ മസ്കിന്റെ കമ്പനിയുടെ പേരാണെന്ത്? ന്യൂറോലിങ്ക്. കണ്ടോ? സെയിം ക്വസ്റ്റ്യൻ തന്നെ രണ്ടാമത്തെ തവണയാണ് വരുന്നത്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവെള്ളം തുഴയുന്ന നീലപ്പൊന്മാന് നൽകിയ പേര്. അപ്പൊ എന്താണ്? 70ാമത്തെ നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നമാണ് എന്ത്? കളിവെള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ. അതിന് നൽകിയ പേര് നീലു. നീലു എന്നുള്ളതായിരുന്നു. 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഏതാണെന്ന്? ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നത് ഗോവയിലാണ്. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യമാണ് ഏത്? സ്വീഡൻ. ഇലക്ട്രിക് മണ്ണ് എവിടെയാണ്? സ്വീഡനിലാണ്. സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേര് താഴെ കൊടുത്തവയിൽ ഏതാണ്? കോൾ സെന്ററിന് പേര് കൊടുത്തത് എന്തായിരുന്നു? സഹജ. സഹജ. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിന്റെ പേരാണ് എന്ത്? കൈരളി. ഡിജിറ്റൽ സർവകലാശാലയാണ് കേരള കൈരളി. കണക്ട് ചെയ്ത് പഠിക്കുക. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പാണ് എന്ത്? കൈരളി. ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയായിരുന്നു? വുഹാൻ. വുഹാനിലാണ് COVID-19 ആദ്യമായിട്ട് പൊട്ടിപ്പുറപ്പെട്ടത്. നെക്സ്റ്റ് നോക്കാം. HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച സംവിധാനം HIV ബാധിതരുടേതാണ്. എന്താണ്? ജ്യോതിസ് ആണ്. ജ്യോതിസ്. 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? മലപ്പുറം. മലപ്പുറത്താണ് എംപോക്സ് സ്ഥിരീകരിച്ചത്.
നവജാത ശിശുക്കളിൽ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതിയാണ് ശലഭം. എന്താണ്? കുട്ടികൾ ചിത്രശലഭങ്ങളെ പോലെയാണ് അല്ലെ? അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. നവജാത ശിശുക്കൾ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മുടെ കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണെന്ത്? ശലഭം. താഴെ പറയുന്നവയിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? ആരാണ്? JP നഡ്ഡ. JP നഡ്ഡയാണ്. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപീകരിച്ച നൂതന പദ്ധതിയാണ് എന്ത്? ഏതാണ്? നമ്മുടെ അമൃതം ആരോഗ്യം. ജീവിതശൈലി രോഗങ്ങളാണ്. അപ്പൊ ഏതാണ്? അമൃതം ആരോഗ്യമാണ്. ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയ പേരെന്താണ്? അത് MAL. എന്താണ്? മൈലിൻ ആൻഡ് ലിംഫോസൈറ്റ് പ്രോട്ടീൻ എന്നുള്ളതാണ്. മൈലിൻ ആൻഡ് ലിംഫോസൈറ്റ് പ്രോട്ടീൻ. മൈലിൻ ആൻഡ് ലിംഫോസൈറ്റ് പ്രോട്ടീൻ, അതാണ് MAL എന്ന് പറയുന്നത്. ഇതാണ് എന്ത്? നമ്മുടെ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയ പേര്. ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. ഓക്കെ, അപ്പൊ പഠിച്ചു വെക്കുക. ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ആർക്കാണ്? ഉറുഗ്വേ. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് നേടിയത് ആരാണ്? അത് ബ്രസീലാണ്. ഏറ്റവും കൂടുതൽ തവണ ആരാണ്? ബ്രസീൽ. ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റ് തൊട്ട് മുൻപ് പദവിയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആയിരുന്നു. ഓക്കെ, അതായത് ഇപ്പോഴത്തെ പ്രസിഡന്റ് നിലവിലെ പ്രസിഡന്റിന് തൊട്ട് മുൻപുണ്ടായിരുന്ന ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണത്? റെനിൽ വിക്രം സിൻഹയാണ് തൊട്ട് മുൻപുണ്ടായിരുന്ന ആ ഒരു പ്രസിഡന്റ് എന്ന് പറയുന്നത്. ലോക ഫുട്ബോൾ ദിനം എന്നാണ്? ലോക ഫുട്ബോൾ ദിനം അത് മെയ് 25-നാണ് ലോക ഫുട്ബോൾ ദിനം. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവാണ് ആര്? പ്രതിഭ റായി ആണ് 2024 ONV സാഹിത്യം. അദ്ദേഹം എന്താണ്? ഒരു ഒഡിയ എഴുത്തുകാരിയാണ്. കേരളത്തിന്റെ മത്സ്യവകുപ്പ് മന്ത്രി ആരാണ്? മത്സ്യവകുപ്പ് മന്ത്രി സജി ചെറിയാൻ. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലാണ്? പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് നടന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലാണ്. ഈ ഇടക്കാണ് അത് കഴിഞ്ഞത്. സ്കൂൾ ഒളിമ്പിക്സ് എവിടെയായിരുന്നു? എറണാകുളം ജില്ലയിലാണ്. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജന പോർട്ടലാണ് എന്ത്? കതിർ ആപ്പ് അല്ലെ? കതിർ കർഷകരുമായി ബന്ധപ്പെട്ടല്ലേ കതിർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? കതിർ ആപ്പാണ്. കർഷകർക്കുള്ള സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ. ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരാണ്? പഞ്ചായത്ത് രാജ് മന്ത്രി അത് രാജീവ് രഞ്ജൻ സിംഗ് ആണ് പഞ്ചായത്ത് രാജ് മന്ത്രി. അപ്പൊ ആരാണ്? രാജീവ് രഞ്ജൻ സിംഗ്. നെക്സ്റ്റ് നോക്കാം. 2024 പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം എത്രയാണ്? 89.45. ഇതിന് തൊട്ട് മുന്നുള്ള പരീക്ഷയ്ക്ക് എന്താ ചോദിച്ചത്? നീരജ് ചോപ്ര 89.45 മീറ്റർ എറിഞ്ഞ് എന്ത് നേടി? വെള്ളി നേടി. എങ്കിൽ സ്വർണം നേടിയത് ആരെന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ഫാക്ട്സ്. യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന്? ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 134ആണ്. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രമാണെന്ത്? 800. പഠിച്ചു വെക്കുക. 800. ലോക അധ്യാപക ദിനം എന്നാണ്? ഒക്ടോബർ 5-നാണ് ലോക അധ്യാപക ദിനം. ഇന്ത്യയിലെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ബോട്ടാണ്. വിനോദസഞ്ചാര ബോട്ട് ഏതാണ്? അത് ഇന്ദ്രയാണ്. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യമാണേത്? ബ്രസീൽ. 2024 G20 ഉച്ചകോടിയാണ്. അതെവിടെയാണ്? ബ്രസീലാണ്. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? ഏതായിരുന്നു? COVID-19 ആണ്. നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏതാണ്? വൈറസ് ആണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏതായിരുന്നു? ചന്ദ്രയാൻ 3. നമ്മൾ നേരത്തെ പറഞ്ഞു ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്ന 4ാമത്തെ രാജ്യവുമാണ്. എന്നായിരുന്നു? ഓഗസ്റ്റ് 23. അതുകൊണ്ടാണ് അതിനെ ബഹിരാകാശ ദിനമായിട്ട് പ്രഖ്യാപിച്ചത്. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാനന്തര അവയവം കൈമാറ്റ പദ്ധതിയാണെന്ത്? മൃതസഞ്ജീവനി. ഒത്തിരി തവണ എപ്പോഴും PSCക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണെന്ത്? അമൃതം ആരോഗ്യം. കണ്ടോ, ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ 2ാമത്തെ തവണയല്ലേ കാണുന്നത്. 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? ഹർമൻ പ്രീത് സിംഗ് ആയിരുന്നു. PR ശ്രീജേഷ് എന്തായിരുന്നു? അദ്ദേഹം ഗോൾ കീപ്പർ ആയിരുന്നു കേട്ടോ. 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രമാണേത്? ആട്ടമാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? S സോമനാഥാണ് ഇപ്പോഴത്തെ ചെയർമാൻ. അദ്ദേഹം ആരാണ്? ഒരു മലയാളിയാണ് അല്ലെ? അങ്ങനെ ആ ഒരു ഫേസും കഴിഞ്ഞു. ഇനി അങ്ങോട്ട്, അതായത് നമ്മുടെ 4 ഫേസ് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്താണ്?
നമ്മുടെ LDC ഫസ്റ്റ് ഫേസിലുള്ളത്. LDCക്ക് നമുക്കറിയാം 7 ഘട്ടമായിട്ടാണ് നടത്തിയത്. ഇത് LDC ഫസ്റ്റ് ഫേസിൽ തിരുവനന്തപുരം ജില്ലയിലേതാണ്. 2024 ലോക പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യമാണ് ഏത്? സൗദി അറേബ്യ. നേരത്തെ പറഞ്ഞില്ലേ, സെയിം ക്വസ്റ്റ്യൻ തന്നെ 2 തവണ ചോദിക്കുന്നുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ. ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപാദനത്തിന്റെ തോതനുസരിച്ചുള്ള ശരിയായ ക്രമം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആദ്യം ഏതാണ്? നെല്ല്, ഗോതമ്പ്, ചോളം, പയർവർഗ്ഗങ്ങൾ എന്നുള്ളതാണ് ഇതിന്റെ കണക്കെന്ന് പറയുന്നത് കേട്ടോ. നെല്ലാണ് ഒന്നാമത്, രണ്ടാമത് ഗോതമ്പുണ്ട്, മൂന്നാമത് ചോളമുണ്ട്, നാലാമതാണ് പയർവർഗ്ഗങ്ങൾ വരേണ്ടത്. ഓക്കെ, ഇതിന്റെ തന്നെ ഇത് 2022-23 ആണ്. 23-24 പുതിയ കണക്ക് എന്നുള്ളത് ഞാൻ ഇടയ്ക്കൊരു ക്വസ്റ്റ്യനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കി വേണം പഠിക്കാനായി. ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് മന്ത്രി ആരായിരുന്നു? മൻസുഖ് മാണ്ഡവ്യാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ ആരാണ് ഭൂപേന്ദ്ര യാദവ്? ഭൂപേന്ദ്ര യാദവ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റ് ആണ്, പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. മഹേന്ദ്രനാഥ് പാണ്ഡെ എന്ന് പറഞ്ഞാൽ ഫോർമർ മന്ത്രിയായിരുന്നു, ഇപ്പൊ ഇല്ല. കിഷൻ റെഡ്ഡി ആരാണോ? കിഷൻ റെഡ്ഡി എന്ന് പറഞ്ഞാൽ കോളും മൈൻസും ഒക്കെ, കോൾ ആൻഡ് മൈൻസിന്റെ ഒക്കെ മന്ത്രിയാണ്. അതേപോലെ ഈ മന്ത്രിമാരുടേതും എപ്പോഴും എന്ത് ചെയ്യണം? നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കണം. മാറ്റങ്ങൾ സംഭവിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. അപ്പൊ എന്താണ്? 15ാമത്തെ പ്രസിഡന്റ് ആണ് ദ്രൗപദി മുർമു. അപ്പൊ നമുക്ക് നേരെ നോക്കാം. ഒന്ന് ശരിയാണ്, നമുക്ക് മനസ്സിലായി. അപ്പൊ ഇതല്ല ആൻസർ, ഇതല്ല ആൻസർ. ഇനി എന്താണ്? ഇത് രണ്ടിൽ ഏതാന്ന് നോക്കണം. 14ാമത്തെ പ്രസിഡന്റ്, അപ്പൊ അതെല്ലാം നമുക്ക് മനസ്സിലായി. ഇനി എന്താണ്? 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണർ ആയിരുന്നു, ഒഡീഷ ഗവർണർ ആയിരുന്നു. എവിടത്തെ ഗവർണർ ആയിരുന്നു? അത് ദ്രൗപദി മുർമു ജാർഖണ്ഡിലെ ഗവർണർ ആയിരുന്നു കേട്ടോ. അപ്പോൾ 1ഉം 3ഉമാണ് നമുക്കിവിടെ ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൾ ഫത്താഹ് അൽ സിസി ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു? അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്തിന്റെ പ്രസിഡന്റ് ആണ്. ഓപ്ഷൻ ഡി, 1 മാത്രമാണ് ശരി. ഇവിടെ നമുക്ക് തെറ്റിക്കാൻ പോകുന്നത്, നമ്മൾ നേരെ നോക്കും, 1ആണ് ശരി. നമ്മൾ നേരെ ഓപ്ഷനിൽ പോയിട്ട് എന്ത് ചെയ്യും? എ അങ്ങ് മാർക്ക് ചെയ്യും. അതിനാണ് ഇവർ ഇങ്ങനെ തരുന്നത്, നമ്മളെ തെറ്റിക്കാൻ വേണ്ടി തന്നെ തരുന്നതാണ്. ഇനി 2024 ആരാണ്? 2024 ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഫ്രാൻസിലെ പ്രസിഡന്റ് ആയിരുന്നു ഇമ്മാനുവൽ മാക്രോൺ. സ്നേഹസാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ് എന്താ? സ്നേഹസാന്ത്വനം. അപ്പൊ തിരിച്ചും മറിച്ചും പഠിച്ചു വെക്കുക. അപ്പൊ ഏതാണ്? 1, ഓപ്ഷൻ എ 1ആണ് നമുക്കിവിടെ ശരിയായിട്ട് വരുന്നത്. വാത്സല്യനിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന. പട്ടികജാതി വിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം രൂപ വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ വാത്സല്യനിധി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടത്തുന്ന പരിപാടിയാണ്. ഇത് രണ്ടുമാണ് ആൻസർ. അപ്പൊ പട്ടികജാതി വിഭാഗങ്ങളിലുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. തെറ്റായ സ്റ്റേറ്റ്മെന്റ് പഠിക്കേണ്ട, വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അതേ നിൽക്കുള്ളൂ ആദ്യമേ. അപ്പൊ 29 ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ പദ്ധതികൾ എത്ര ഡീപ്പായിട്ട് പഠിക്കണം എന്നുള്ളത് മനസ്സിലാവുന്നില്ലേ? അതായത് LDC ഇത് മെയിൻസ് അല്ലെ, ഒറ്റ തവണയായിട്ട് നടത്തിയ LDCയുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതാണ്. അപ്പൊ ഡീപ്പായിട്ട് തന്നെ നമ്മൾ പദ്ധതികളും കൂടി പഠിച്ചു പോകണം. വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായത് ഏത്? വിദ്യാജ്യോതി പദ്ധതി എന്ന് പറയുമ്പോഴേക്കും ഏതാണ് വരുന്നത്? കേരള സാമൂഹ്യ നീതി സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്നതാണ്. അതേപോലെ തന്നെ എന്താണ്? ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസപരമായി ഉയർച്ച കൊണ്ടുവരുന്നതിനാണ് എന്ത്? വിദ്യാജ്യോതി. ഓപ്ഷൻ ബി 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. കേരള സംസ്ഥാനത്തെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാനാണ് ആര്? ശ്രീ M ഷാജർ. ചിന്താ ജെറോം ആയിരുന്നു, മാറി ആരായിട്ട് മാറി? ഇപ്പോ M ഷാജർ ആയിട്ട് മാറി. സോ ഓപ്ഷൻ എ ആണ്, 2ആണ് ശരിയായിട്ട് വരുന്നത്. കേരളത്തിലെ ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? നിതിൻ മധുകർ ജംദാർ. ശരിക്കും ഈ പരീക്ഷ നടക്കുമ്പോഴേക്കും ഇദ്ദേഹം മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെന്തോ ഉണ്ടോ, നമുക്ക് തന്നിട്ടില്ല ഇതിനകത്ത് ആൻസർ. അപ്പൊ ഏതാണ്? നിതിൻ മധുകർ ജംദാർ ആണ്. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് എന്ത്? മിഠായി. കുട്ടികൾക്കായതുകൊണ്ടാണ് എന്ത്? മിഠായി എന്ന പേര് നൽകിയത്. 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ഏത്? സൗദി അറേബ്യ. നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ 3ാമത്തെ തവണയാണ് സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നത്. 3ാമത്തെ അല്ല, 4ാമത്തെ തവണയാണ്.
ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതിയാണ് ഇത് ഓഗസ്റ്റ് 23. ഞാൻ നേരത്തെ പറഞ്ഞു ചന്ദ്രയാൻ 3 എന്താ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തതാണ് ഓഗസ്റ്റ് 23. സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേരാണെന്ത്? സൂര്യനെ പറ്റിയാണ് അല്ലെ. സൂര്യനെ പറ്റി പഠിക്കാനാവുമ്പോൾ ഏതായിരിക്കും? ആദിത്യ L1. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 20ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കറണ്ട് അഫയേഴ്സ്. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇനി അങ്ങോട്ടേക്ക് വരുന്ന LDC ലെവലിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 10-15 ലെവലിലായിരുന്നു. ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരമാണ് ഏത്? സീറോ കാർബൺ, സീറോ സാഞ്ചി, സഞ്ചിയിലാണ് എന്ത് ചെയ്യുക? സീറോ സാഞ്ചി. എന്തെങ്കിലും കണക്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചു വെക്കുക. സീറോ കാർബൺ സാഞ്ചിയാണ്. 2023 രസതന്ത്രത്തിൽ നോബൽ സമ്മാനം താഴെ പറയുന്നതിൽ ഏതു വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഏതിനാണ്? ക്വാണ്ടം ഡോട്ട്സിനാണ്. നിങ്ങളപ്പോൾ ഇനി എന്ത് ചെയ്യണം? 2024 പഠിക്കണം. 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻസ് മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരമാണ് ആര്? ആർ പ്രഗ്യാനന്ദ. മൺസൂർ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് ഏതാണ്? കേരള വനം ഗവേഷണ കേന്ദ്രം നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് എന്ത്? മൺസൂർ ക്രോക്സ് ബയോബ്ലിറ്റ്സ്. അപ്പൊ പേരൊന്ന് പഠിച്ചു വെക്കുക. മൺസൂർ ക്രോക്സ് ബയോബ്ലിറ്റ്സ് 2024 എന്ന് പറയുന്നത് കേരള വന ഗവേഷണ കേന്ദ്രം നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആണ് ആര്? ആരായിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ? ഇപ്പൊ ആരാണ്? വിജയ ഭാരതി സയാനി. ഇതൊന്നും നിങ്ങൾ എപ്പോഴും ഒന്ന് പഠിച്ചു വെക്കുക. കാര്യം ഇത് ആക്ടിങ് ആയിരുന്നു, അത് മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ വിജയ ഭാരതി സയാനി ഒന്ന് നോക്കി വെക്കുക. ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? രേഖാ ശർമ്മയായിരുന്നു. പക്ഷെ ഇപ്പൊ ആരാണ്? വിജയ കെ രഹത്കർ ആണ് ഇപ്പോഴത്തെ നിലവിലെ വനിതാ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണ് 109/2024. രണ്ടാമത്തെ LDCയുടെ സെക്കൻഡ് സ്റ്റേജ് ആണ് 109/2024. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോക്ഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം എവിടെയാണ്? മാലിദ്വീപാണ് ഇസ്രായേൽ പാസ്പോർട്ടുമായിട്ട് വരുന്നവർക്ക് എന്ത് ചെയ്തത്? പ്രവേശനം നിരോധിച്ചത്. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏതാണ്? നമ്മുടെ കുതിരാൻ. അതെവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്ത്? സ്വയം പദ്ധതി എന്താണ്? ചെറുകിട സംരംഭകർക്ക് അല്ലെ, സ്വയം പദ്ധതി അല്ലായിരുന്നോ? അതായത് പൗരന്മാർക്കാണ്. മുദ്രയാണ് ചെറുകിട സംരംഭകർക്ക്. പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് സ്വയം പദ്ധതിയായിട്ട് വരുന്നത്. പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്ന എന്താണ്? മുദ്രാ പദ്ധതി എന്താണ്? ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മുദ്ര ലോൺ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇന്ത്യയുടെ സൗരമിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ്? എത്രയാണ്? 1%. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് ആരംഭിച്ചത്. ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക്ക് എവിടെയാണ്? ബാംഗ്ലൂരാണ്. സീറോ കാർബൺ എവിടെയാണ്? സാഞ്ചിയാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ചന്ദ്രയാൻ 3യുടെ മിഷൻ റോവർ എന്ന് പറയുന്നത്? റോവർ പ്രഗ്യാനാണ്. 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ഏത്? അണ്ടർ-17 ഫിഫ വേൾഡ് കപ്പിന് ഏതാണ്? നമ്മുടെ ഇന്തോനേഷ്യ. മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രിയ ASനാണ്. ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷനാരാണ്? നമ്മളിപ്പോ പറഞ്ഞു ആരാണ്? വിജയ കെ രഹത്കർ. സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ എന്താണ് ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതായത് സ്റ്റേജ് 3 LDC സ്റ്റേജ് 3യിലാണ് നമ്മുടെ തൃശ്ശൂര്, പത്തനംതിട്ട, കാസർഗോഡൊക്കെ നടത്തിയത്. ഏതാണ്? ജിയോ ടാഗിംഗ് കർണാടകയാണ്. ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പദ്ധതിയാണ് എന്ത്? ഡിജിറ്റൽ ഇന്ത്യ. എന്താണ്? ഡിജിറ്റൽ ഇന്ത്യ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? സുമൻ ബെറിയാണ് വൈസ് ചെയർപേഴ്സൺ എപ്പോഴും ആരായിരിക്കും? നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കും. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് പഠിച്ചവർക്ക് ഉറപ്പായിട്ടും ആ LGS അല്ലെ LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തവർക്ക് ആ LGSൽ വന്ന ആ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാകും. അപ്പൊ അന്റോണിയോ ഗുട്ടറസ് എവിടെയാണ്? പോർച്ചുഗലാണ്. ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതിയാണ് ഇത്
മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ളതാണ്? ഉന്നതി മിഷൻ ആർക്കാണ്? പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കി 2024 കേരള ബഡ്ജറ്റിൽ അപ്പൊ ചിലപ്പോൾ തിരിച്ചു വയ്ക്കാം. പട്ടിക വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കി 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള പദ്ധതി എന്താണ്? ഉന്നതി മിഷൻ. കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏതാണ് COVID-19 വാക്സിൻ? അത് കോവിഷീൽഡ് ഏതായിരുന്നു? ആസ്ട്രാസെനക്ക. വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? അത് പോളോ പോണി എന്ന് പറയുന്ന ഒരു കുതിര ഇനത്തിൽപ്പെട്ടാണ്. എന്താണ്? പോളോ പോണി. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ ഏതാണ്? പ്രഗ്യാൻ. കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. ജീവാനന്ദം പദ്ധതി എന്ന് പറയുന്നത് എന്തിനാണ്? സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കിയിട്ട് അവരെന്ത് ചെയ്യും? വിരമിച്ച ശേഷം അവർക്ക് മാസം തോറും നൽകുന്ന പദ്ധതിയാണ് ജീവാനന്ദം എന്ന് പറയുന്നത്. ആരോഗ്യകിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? ആരോഗ്യകിരണം എത്രയാണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് ആരോഗ്യകിരണം പദ്ധതി. 18 വയസ്സിൽ താഴെ. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന് രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മായ OS. എന്താണ്? സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം മായ OS. ആരോഗ്യകിരണം 18 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത്. ഇനിയിപ്പോൾ നമുക്ക് പഠിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു 2023-24 എക്കണോമിക് സർവേ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഗോതമ്പാണ്. അതായത് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്, ഇതാണ് ഇതിന്റെ ഓർഡർ. അതേപോലെ റൈസ് ആണെങ്കിൽ എന്താണ്? തെലുങ്കാന, ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ എന്നിവയാണ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഓർഡർ ആണ്. റൈസ് ആണെങ്കിൽ എന്താണ്? തെലുങ്കാന, ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ എന്നുള്ളതാണ് ഓർഡർ. വീറ്റ് ആണെങ്കിൽ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്. പിന്നെ പഠിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കോട്ടൺ ആണ്. കോട്ടൺ എവിടെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, തെലുങ്കാന. ഷുഗർ കെയിൻ ആണെങ്കിൽ അത് എവിടെയാണ്? ഉത്തർപ്രദേശ് ആണ്. ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 2ാമത്തെ വലിയ ബാങ്കായിട്ട് മാറിയത്? ഏതാണ്? അത് ബാങ്ക് ഓഫ് ബറോഡയാണ്. ബാങ്ക് ഓഫ് ബറോഡ. ശ്രീ വി മുരളീധരൻ MP കേന്ദ്ര ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്യുന്നത്? അദ്ദേഹം സഹമന്ത്രിയാണ്. സഹമന്ത്രി. ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് എവിടെയാണ്? ഈ സഞ്ജീവനി പദ്ധതി കേരളത്തിലാണ്. താഴെ പറയുന്ന ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്? അതേതാണ്? ജനനി ജന്മരക്ഷ. അമ്മമാർക്കും കുട്ടികൾക്കുമാണ്. അപ്പൊ ഏതാണ്? ജനനി ജന്മരക്ഷ. ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷനാരാണ്? ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? മുഖ്യമന്ത്രി ആയിരിക്കും. അപ്പൊ ആരാണ്? പിണറായി വിജയനാണ്. തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് എന്തിനെയാണ്? സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാനാണ്. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയോ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതിയാണ്, ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം. എന്താണ്? അവരെ സ്നേഹപൂർവ്വം നമ്മൾ കൈകാര്യം ചെയ്യണം അല്ലെ. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ എന്താണ് ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യണം? അവരെ സംരക്ഷിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാണ്ടും വരണം. പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിലുള്ള സഹകരണ കേന്ദ്രമായി WHO 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിന്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത്? ഏതാണ്? അത് NIIMH ഹൈദരാബാദ് ആണ്. ട്രെയിൻ 18 എന്നറിയപ്പെടുന്നത് ഏതാണ്? ട്രെയിൻ 18 അതായത് വന്ദേ ഭാരതിന്റെ ആദ്യ പേരായിരുന്നു ട്രെയിൻ 18. ചന്ദ്രയാൻ 3യുടെ ലാൻഡറിന്റെ പേര്, ലാൻഡർ ഏതാണ്? നമ്മൾ പറഞ്ഞു റോവർ പ്രഗ്യാനാണ്. ലാൻഡർ എന്ന് പറയുന്നത് വിക്രമാണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ നേട്ടം കൈവരിക്കാൻ താണ്ടിയ ദൂരം എത്രയാണ്? 87.58 ആണ്. 87.58 മീറ്റർ. ടോക്കിയോ ഒളിമ്പിക്സ്, പാരീസ് ഒളിമ്പിക്സ് അല്ല പറയുന്നത്, ടോക്കിയോ ഒളിമ്പിക്സ് അദ്ദേഹം സ്വർണ്ണ മെഡൽ നേടിയത്. ഗബ്രിയൽ ഗാർസിയ മാർക്കേസിന്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവൽ, ഗബ്രിയൽ ഗാർസിയ മാർക്കേസിന്റെ നോവലാണ് ഇത് അൺടിൽ ഓഗസ്റ്റ്.
അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമയാണ് ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ്. എന്താണ് ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ്? കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് ആര്? അഡ്വക്കേറ്റ് കെ രാജൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞു സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്ര. ശക്തികാന്ത ദാസ് മാറി. ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. 2022-23 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമൻ. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ചെയർപേഴ്സൺ ആരാണ്? ശ്രീമതി സതീദേവിയാണ്. ശരിയാണ്. സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാനാണ് കമ്മീഷൻ രൂപീകൃതമായത്. ഇതും ശരിയാണ്. അപ്പൊ എന്താണ്? 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ സി ആണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട എ ഷാജഹാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കമ്മീഷണർ എന്ന് പറയുന്നത്. ശരിയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പല്ല, നമുക്ക് എന്താണ് നടത്തുന്നത്? നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നതാണ് എന്ത്? ഈ പറയുന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കോവിഡിനെതിരായ mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 എന്താണ് വൈദ്യശാസ്ത്ര നൊബേൽ നേടിയ വ്യക്തിയാണ് ആര്? കാറ്റലിൻ ക്യാരിക്കോ. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച എങ്ങനെയായിരുന്നു? ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിനാണ് കണ്ടുപിടിച്ചതെന്നാണ്. ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലേക്കാണ് പുനരധിവസിപ്പിച്ചത്? അത് കുനോ നാഷണൽ പാർക്കിലാണ്. കുനോ ദേശീയോദ്യാനം. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പദ്ധതിക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണെന്ത്? ശലഭം. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ ആണ്. ആദിത്യ L1 അതും പറഞ്ഞതാണ്. ഏതാണ് ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനം ഏതാണ്? PSLV C-51 ആണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ലൂണാർ റോവറിന്റെ പേര് ലാൻഡർ വിക്രമും റോവർ എന്താണ്? പ്രഖ്യാനാണ്. ക്വസ്റ്റ്യൻ തന്നെ ഇപ്പൊ എത്രാമത്തെ തവണയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതെന്ന് കണ്ടില്ലേ? ഇവരിൽ ആർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ആർക്കാണ്? മൗഗിജി ഭവണ്ടി. അതേപോലെ തന്നെ രസതന്ത്രമല്ലേ പറയാം. മൗഗിജി ഭവണ്ടി, ലൂയിസ് ബ്രസ്, അലക്സ് എക്കിമോവ് എന്നീ 3 പേർക്കായിരുന്നു. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. കേരള സർക്കാർ നടപ്പിലാക്കുന്ന സ്നേഹപൂർവം പദ്ധതി. സ്നേഹപൂർവം പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, തിരിച്ചു ചോദിച്ചിരുന്നു. മാതാപിതാക്കൾ ആരെങ്കിലും ഒരാൾ മരിച്ചു പോകുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക്, അതായത് അവർ സ്നേഹപൂർവ്വം കൈകാര്യം ചെയ്യണം. ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യണം? സാമ്പത്തികമായിട്ട് ആ കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. നോക്കിക്കേ, 1ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ പഠിക്കാനുള്ള സഹായം നൽകും. അതാണ് സ്നേഹപൂർവ്വം എന്ന് പറയുന്നത്. ചേരുംപടി ചേർക്കുക. ഏതാണ്? കേരള ശ്രീ ലഭിച്ചത് ആർക്കാണ്? വൈക്കം വിജയലക്ഷ്മിക്കാണ്. കേരള പ്രഭ ആർക്കായിരുന്നു? അത് കേരള പ്രഭ ഓംചേരിക്കാണ്. ഓംചേരി NN പിള്ള. കേരള ജ്യോതിയാണ് ആർക്ക്? MT വാസുദേവൻ നായർക്ക് കേരള ജ്യോതിയാണ്. പത്മശ്രീ ലഭിച്ചത് ആർക്കാണ്? ചെറുവയൽ രാമൻ. നെല്ലച്ചൻ എന്നറിയപ്പെടുന്ന ചെറുവയൽ രാമൻ. കേരള ശ്രീ വൈക്കം വിജയലക്ഷ്മി. കേരള പ്രഭ ഓംചേരി NN പിള്ള. കേരള ജ്യോതി MT വാസുദേവൻ നായർ. പത്മശ്രീ ചെറുവയൽ രാമൻ. ഗൂഗിളിന്റെ പുതിയ AI സംവിധാനം ഏതാണ്? ജെമിനി. ജെമിനിയാണ് ഗൂഗിളിന്റെ പുതിയ AI സംവിധാനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? വിജയ ഭാരതി സയാനി. വിജയ ഭാരതി സയാനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം. ഇത് എറണാകുളം LD ആണ്. 6ാമത്തെ ഫേസില. ഇൻസാറ്റ് 3DS ആണ് ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം. ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങൾ ഇന്ത്യക്കായി ആദ്യമായി വെങ്കല മെഡൽ നേടിയത് ആരാണ്? മനു ഭാക്കർ. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? അരവിന്ദ് പനഗരിയ. താഴെ തന്നിരിക്കുന്നതിൽ ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭയിലെ ആറ്റോമിക് എനർജി വകുപ്പ് ആരാണ്? നമ്മുടെ നരേന്ദ്രമോദിയാണ് ആറ്റോമിക് എനർജി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ് ആര്? കിഷോർ മക്വാന. കിഷോർ മക്വാന. പട്ടികവർഗമാണെങ്കിൽ ആരാണ്? അൻഡാൻ സിംഗ് ആര്യ. സമൂഹത്തിൽ വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് എന്ത്? കാതോർത്ത്. കാതോർത്ത്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ താഴെ പറയുന്നവയിൽ ആരാണ്? വനിതാ കമ്മീഷൻ കേരള സംസ്ഥാനമാണ്. ആരാണ്? പി സതീദേവി. പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? നമ്മുടെ നയനാമൃതം പദ്ധതി. നയനാമൃതം. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് എവിടെയാണ്? അത് IIT ബോംബെ ആണ്. IIT ബോംബെ. ഓപ്ഷൻ ഡി എന്ന് പറയുമ്പോൾ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. സോറി, 2ാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ്.
2023 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാനം ആർക്കൊക്കെയായിരുന്നു? ഭൗതിക ശാസ്ത്രത്തിനാണ് നോബൽ സമ്മാനം. പിയറി അഗസ്റ്റോനി, ഫെറൻസ് ക്രൗക്ക്, ആൻ എൽ ഹുലിയർ എന്നിവർക്കായിരുന്നു. 3 പേർക്ക് കേട്ടോ. രാജസ്ഥാനെ ജാഗ്വാർ ജില്ലയിൽ അടുത്തിടെ കണ്ടുപിടിച്ച മൂലകമാണേത്? ലിഥിയം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാനാണ് ആര്? പാർവതി ബറുവ. വനിതാ ആനപ്പാപ്പാനാണ് പാർവതി ബറുവ. 2024 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച കേരളത്തിലെ ഏക മന്ത്രിയാണ് ആര്? കെ രാധാകൃഷ്ണൻ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആരാണ്? അത് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷനാണ് ആര്? ഇക്ബാൽ സിംഗ് ലാൽപുര. ഇക്ബാൽ സിംഗ്. ഇതൊക്കെ നിങ്ങളൊരു ഒറ്റ പേപ്പറിൽ എഴുതി വെച്ച് വേണം കേട്ടോ പഠിക്കാനായിട്ട്. മാറ്റങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? അത് ചേർത്ത് വേണം പഠിച്ചു പോകാനായിട്ട്. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിനെ അടിസ്ഥാനമാക്കി താഴെ തന്നിരിക്കുന്നതിന് കൂട്ടത്തിൽ ശരിയായവയാണ് ചോദിച്ചത്. അപ്പൊ ഇതെല്ലാം പഠിച്ചു വെക്കാം. മികച്ച നടൻ ആരാണ്? ജെസി പ്ലമോൺസ്. മികച്ച നടി എമിലിയ പെരസ്. ജൂറി പ്രൈസ് ലഭിച്ചത് എമിലിയ പെരസിനാണ്. മികച്ച സംവിധായകൻ മിഗ്വൽ ഗോമസ് ആണ്. അപ്പൊ ഇവിടെ എന്താണ്? എല്ലാം ഇവിടെ ശരിയായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യ ഗവൺമെന്റ് അടുത്ത കാലത്തായി ചെറുധാന്യങ്ങൾ രാജ്യവ്യാപകമായി കൃഷി ചെയ്യുന്നതിന് വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട്. കൂടാതെ മില്ലറ്റിന്റെ പോഷക സമ്പത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നു. ഇന്ത്യയിലെ മില്ലറ്റ്സ് ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണത്? രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രിയാണ് ആര്? ഹർദീപ് സിംഗ് പുരി. 2024 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി ആരായിരുന്നു? BJP ആയിരുന്നു. ലോക്സഭയിലേക്ക് നടന്ന ഈ തിരഞ്ഞെടുപ്പ് എത്രാമത്തെ തിരഞ്ഞെടുപ്പായിരുന്നു? എത്രാമത്തെയാണ്? 18ാമത്തെ തിരഞ്ഞെടുപ്പായിരുന്നു. കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? വയോമിത്രം. ശുചിത്വ മാലിന്യ സംസ്കരണം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതിന് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഹരിത കേരള മിഷന്റെ ബ്രാൻഡ് അംബാസിഡറാണ് ആര്? KJ യേശുദാസ്. 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിം ഏതാണ്? ആട്ടം. ഇതും ഇപ്പൊ 2ാമത്തെ തവണയാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങിയ രാജ്യം, നമ്മൾ പറഞ്ഞു ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത രാജ്യമാണേത്? ഇന്ത്യ. 2023 ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിക്കാത്ത വ്യക്തി ആരാണ്? ക്ലോഡിയ ഗോൾഡിനാണ്. അദ്ദേഹത്തിന് എന്തായിരുന്നു? എക്കണോമിക്സിലായിരുന്നു അല്ലെ. അപ്പൊ ആരൊക്കെയായിരുന്നു ഭൗതിക ശാസ്ത്ര നോബൽ പ്രൈസ് ലഭിച്ചത്? പിയറി അഗസ്റ്റോനി, ഫെറൻ ക്രൗസ്, ആൻ ലുലിയർ. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതൊക്കെയായിരുന്നു? സമ്പർക്ക ക്രാന്തി ഷിനിലാലിന്റെയും അതേപോലെ തന്നെ മുഴക്കവുമായിരുന്നേ. ഓപ്ഷൻ സി 1, 3 ആൻസർ. 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലമാണേത്? ലോസ് ഏഞ്ചൽസ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. ഇതിൽ 2023 ദേശീയ ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പിനായുള്ള രാജാ ബലേന്ദ്ര സിംഗ് ട്രോഫി മഹാരാഷ്ട്രയ്ക്കാണ് ലഭിച്ചത്. ശരിയാണ്. 2023 ദേശീയ ഗെയിംസിന് വേദി ഒരുങ്ങിയത് ഗോവയിലാണ്. അതും ശരിയാണ്. 2023 ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിന്റെ താരം സാജൻ പ്രകാശ് സ്വർണം നേടി. അപ്പൊ ഇവിടെ എന്താണ്? ഓപ്ഷൻ ഡി എല്ലാം ഇവിടെ ശരിയാണ്. അപ്പൊ ഇതെല്ലാം നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അതായത് ചിലപ്പോൾ ചോദിക്കാം 2023 ദേശീയ ഗെയിംസിലെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ആർക്കാണ്? മഹാരാഷ്ട്രയ്ക്കാണ്. അപ്പൊ അങ്ങനെ ഒന്ന് പഠിച്ചു വെക്കുക. വേദി എവിടെയാണ്? ഗോവയാണ്. ഓക്കെ, അപ്പൊ ഏകദേശം നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്